നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും വാർത്താ തലക്കെട്ടുകളിൽ നിറയുകയാണ്. കഴിഞ്ഞ ദിവസം നാറ്റോ സെക്രട്ടറി ജനറലായ മാർക്ക് റുട്ടെയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് വീണ്ടും ഒരു ഹീറോ തട്ടിക്കൂട്ടൽ പരിവേഷം നടത്തിയിരിക്കുകയാണ്. മെയ് മാസത്തിലുണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കുവാൻ താൻ ഇടപെട്ടുവെന്ന അവകാശവാദം വീണ്ടും ട്രംപ് ഉന്നയിച്ചു. യുദ്ധങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ തങ്ങൾ ഏറെ വിജയം കൈവരിച്ചവരാണ്. കാര്യങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ അടുത്ത ഒരാഴ്ചക്കിടെ ഇരു രാജ്യങ്ങളും ആണവായുധങ്ങളിലേക്ക് കടക്കുമായിരുന്നു. വളരെ മോശം നിലയ്ക്കായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നതെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ഇന്ത്യ പാക് സംഘർഷം ഒത്തുതീർപ്പിലെത്തിക്കുവാൻ വ്യാപാരത്തെയാണ് ഉപയോഗപ്പെടുത്തിയതെന്നും അമേരിക്കൻ പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ വിഷയം പരിഹരിക്കുന്നതുവരെ വ്യാപാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഞങ്ങളില്ലെന്ന്. അവർ അങ്ങനെ പ്രവർത്തിച്ചു എന്നാണ് ട്രംപ് പ്രതികരിച്ചത്. ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ഏപ്രിൽ 22 നടന്ന ഭീകരവാദി ആക്രമണത്തിന് തിരിച്ചടിയായി മെയ് 7 ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് പിന്നാലെയാണ് ഇന്ത്യ പാക് സംഘർഷം ഉടലെടുത്തത്. മെയ് 7 മുതൽ 10 വരെയാണ് സംഘർഷം നീണ്ടുനിന്നത്. ഇതാദ്യമായല്ല ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദവുമായി ട്രംപ് രംഗത്തെത്തുന്നത്. ജൂൺ മാസം ആദ്യവും ട്രംപ് സമാനമായ അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ സംഘർഷം പരിഹരിക്കുവാൻ മൂന്നാം കക്ഷി ഇടപെട്ടില്ലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ശക്തനായ നേതാവാണെന്ന് വരുത്തിത്തീർക്കുവാൻ ഇതുപോലുള്ള ഭ്രമാഭാസ പരാമർശങ്ങൾ പതിവാണ്. ഒരു ഘട്ടത്തിലും US ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മധ്യസ്ഥത ആവശ്യമില്ലെന്നും ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. മോദിയും ട്രംപും പറയുന്നതിൽ അന്തരമുണ്ടെന്നും സർവകക്ഷി യോഗം വിളിക്കണമെന്ന് വരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു. G7 ഉച്ചകോടി വെട്ടിച്ചുരുക്കി മടങ്ങിയതിന് പിന്നാലെയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ട്രംപിനോട് പ്രധാനമന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമിച്ചത്. വെടിനിർത്തലിന് പാകിസ്ഥാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സേനാ സംവിധാനങ്ങൾ നേരിട്ടാണ് ചർച്ച നടത്തിയത്. ഒരു ഘട്ടത്തിൽ പോലും US മധ്യസ്ഥതയോ ഇന്ത്യ-US വ്യാപാര കരാർ ചർച്ചകളോ നടന്നിട്ടില്ലെന്നും പ്രധാനമന്ത്രി ട്രംപിനോട് പറഞ്ഞു. പാകിസ്ഥാൻ DGMO ഇന്ത്യയുടെ DGMOയുമായി സംസാരിക്കുകയും വെടിനിർത്തൽ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നതാണ് യാഥാർത്ഥ്യം. അതേസമയം ഒരു വശത്ത് ലോകമെമ്പാടും നടക്കുന്ന യുദ്ധങ്ങൾക്കിടയിൽ വെടിനിർത്തലിനും കരാറുകൾക്കും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് അംഗീകാരം നേടാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് അമേരിക്ക ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അയക്കുകയാണ്. വാസ്തവത്തിൽ റഷ്യയുമായുള്ള സംഘർഷത്തിനിടയിൽ തന്റെ ഭരണകൂടം ഉക്രൈനിലേക്ക് പാട്രിയറ്റ് വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഉക്രൈനിലേക്ക് എത്ര വ്യോമ പ്രതിരോധ മിസൈലുകൾ അയക്കുമെന്ന് ട്രംപ് പറയാൻ വിസമ്മതിച്ചെങ്കിലും ചില മിസൈലുകൾ അയക്കുമെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. ഇതിനിടെ 50 ദിവസത്തിനുള്ളിൽ യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിൽ എത്തിയില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കനത്ത തീരുവകൾ ചുമത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഉക്രൈനുമായി കരാർ വൈകിക്കുന്നതിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനോടുള്ള തന്റെ നിരാശയും US പ്രസിഡന്റ് പ്രകടിപ്പിച്ചു. മോസ്കോയോട് അദ്ദേഹം വളരെ അസന്തുഷ്ടനാണ് എന്നും നാറ്റോ വഴി യുക്രൈന് ഏറ്റവും ഉയർന്ന ആയുധങ്ങൾ എത്തിക്കുവാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുവാൻ 50 ദിവസത്തിനുള്ളിൽ ധാരണയിലെത്തുന്നില്ലെങ്കിൽ റഷ്യയ്ക്കുമേൽ കനത്ത തീരുവകൾ ചുമത്തും. ഞാൻ പല കാര്യങ്ങൾക്കും വ്യാപാരം ഉപയോഗിക്കുന്നു. എന്നാൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുവാൻ അത് വളരെ നല്ലതാണെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ തീരുവ ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വെളിപ്പെടുത്തുവാൻ ട്രംപ് തയ്യാറായില്ല. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ മോസ്കോയെ ഒറ്റപ്പെടുത്തുവാനുള്ള ശ്രമത്തിൽ റഷ്യയുടെ വ്യാപാര പങ്കാളികളെയാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നാണ് വിവരം. ഞാൻ പല കാര്യങ്ങൾക്കും വ്യാപാരം ഉപയോഗിക്കും, പക്ഷേ യുദ്ധങ്ങൾ പരിഹരിക്കുന്നതിന് ഇത് വളരെ നല്ലതെന്നാണ് ട്രംപ് എടുത്തു പറഞ്ഞത്. റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിന് തങ്ങൾ ഏകദേശം $350 ബില്യൺ ചെലവഴിച്ചുവെന്നും അത് അവസാനിക്കുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്നതായും പറഞ്ഞ ട്രംപ് ഇത് തന്റെ യുദ്ധമല്ലെന്നും ബൈഡന്റെ യുദ്ധമായിരുന്നുവെന്നും പറയുന്നു. 2 മാസം മുൻപ് ഒരു കരാർ ഉണ്ടാകുമെന്ന് കരുതിയെങ്കിലും അത് അവിടെ എത്തുന്നില്ലെന്നും അതിനാൽ അതിന്റെ അടിസ്ഥാനത്തിൽ 50 ദിവസത്തിനുള്ളിൽ കരാർ എത്തിയില്ലെങ്കിൽ ദ്വിതീയ താരിഫുകൾ നടപ്പിലാക്കുവാൻ പോകുന്നുവെന്നുമാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. യൂറോപ്യൻ സഖ്യകക്ഷികൾ സൈനിക ഉപകരണങ്ങൾ വാങ്ങി ഉക്രൈനിലേക്ക് മാറ്റുവാൻ പദ്ധതിയിടുന്നു. ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. ജർമ്മനി, ഫിൻലാൻഡ്, കാനഡ, നോർവേ, സ്വീഡൻ, യുണൈറ്റഡ് കിങ്ഡം, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളിൽ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് റൂട്ടെ വ്യക്തമാക്കി. പുടിനുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് ട്രംപ് എപ്പോഴും വീമ്പിളക്കാറുണ്ടായിരുന്നു. ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം സമാധാന കരാറിലെത്തുവാൻ യുക്രൈനിലേക്കാൾ റഷ്യയാണ് കൂടുതൽ സന്നദ്ധമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞിരുന്നു.
അതേസമയം യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച ട്രംപ് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പുകളില്ലാതെ സ്വേച്ഛാധിപതിയെന്ന് വിശേഷിപ്പിച്ചു. വ്ളാദിമിർ പുടിനെതിരെ ട്രംപ് പ്രതികരിച്ചിരുന്നു. വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പുടിനെന്നും എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാവരെയും അയാൾ ബോംബിട്ട് കൊല്ലുമെന്നുമാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. റഷ്യക്കെതിരെ പുതിയ ഉപരോധം ഏർപ്പെടുത്തുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. അമേരിക്കയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയറ്റ് യുക്രൈന് നൽകുമെന്നാണ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. റഷ്യയുമായി ബന്ധപ്പെട്ട സുപ്രധാന പ്രഖ്യാപനം ഉണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് യുക്രൈന് ആവശ്യമായ ആയുധം നൽകുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. യുഎസിൽ നിന്നുള്ള പ്രത്യേക പ്രതിനിധി സംഘം യുക്രൈനിലേക്ക് തിരിച്ചു. ഇതേസമയം നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടുമായി ട്രംപ് വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. 3 വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഇനിയും അറുതിയായിട്ടില്ല. അടുത്തിടെ ഇത് രൂക്ഷമാവുകയും ചെയ്യുകയായിരുന്നു. ഇരു രാജ്യങ്ങൾക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ അമേരിക്കയിൽ ശ്രമിച്ചു എങ്കിലും വിജയം കണ്ടിരുന്നില്ല. തുടർന്ന് ട്രംപ് യുക്രൈന് ആയുധം നൽകുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനം പ്രഖ്യാപിക്കുകയായിരുന്നു. യുക്രൈന് ആവശ്യമായ വ്യോമ പ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് അമേരിക്ക നൽകുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. എത്ര എണ്ണമാണ് യുക്രൈന് നൽകുക എന്നത് സംബന്ധിച്ചാണ് വ്യക്തത വരുത്താത്തത്. യുക്രൈന് ആവശ്യമായ എത്ര നൽകുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ന്യൂജേഴ്സിയിൽ ഫിഫ ക്ലബ് ലോകകപ്പ് ഫൈനൽ കണ്ട് മടങ്ങുമ്പോഴായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് ഇക്കാര്യം വ്യക്തമാക്കിയത്. കീവിലേക്കുള്ള ആയുധ വിതരണം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ നിലപാടിൽ നിന്ന് യുഎസ് പിന്നോട്ട് പോവുകയാണെന്നും ഇപ്പോഴത്തെ പ്രഖ്യാപനം നൽകുന്ന സൂചന. യുക്രൈനിലേക്ക് അയക്കുന്ന ആയുധങ്ങൾക്കുള്ള പണം നാറ്റോ പണം നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുക്രൈന് വിവിധതരം അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ നൽകുമെന്നും തങ്ങളെ സംബന്ധിച്ച് ഇത് വ്യാപാരമാണെന്നും ട്രംപ് പറയുന്നു. റഷ്യൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ തനിക്ക് നിരാശയുണ്ടെന്നുമാണ് ട്രംപ് പറയുന്നത്. പുടിനോട് കൂടുതൽ ദേഷ്യം തോന്നുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരുപാട് ആളുകളെ അത്ഭുതപ്പെടുത്തുന്നയാളാണ് പുടിൻ. നല്ല രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കും. വൈകുന്നേരമാകുമ്പോഴേക്കും എല്ലാവരെയും ബോംബിട്ട് നശിപ്പിക്കുമെന്നാണ് ട്രംപ് പരിഹസിച്ചത്. ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം വഷളാവുന്നതിന്റെ സൂചനകളൊക്കെയാണ് പുതിയ തീരുമാനമെന്നും വ്യാഖ്യാനമുണ്ട്. ചർച്ചകൾക്ക് പുടിനെ എത്തിക്കാനുള്ള സമ്മർദ്ദതന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. യുഎസിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യുക്രൈന് ആയുധങ്ങൾ തുടർച്ചയായി ലഭിച്ചിരുന്നതും അത് തുടരുകയാണെന്നും റഷ്യൻ വക്താവ് പ്രതികരിച്ചു. 2022 റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ യുഎസും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈന് ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട്. യുഎസ് F-16 വിമാനങ്ങൾ യുക്രൈൻ നൽകി. ഫ്രാൻസും യുകെയും ആധുനിക മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകിയിരുന്നു. പാട്രിയറ്റ് കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന പ്രതിരോധ ബാലിസ്റ്റിക് മിസൈലുകളാണ്. യുഎസ് ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത്. പിന്നീട് യുഎസിന്റെ ചില സഖ്യ രാജ്യങ്ങൾക്ക് ഈ സംവിധാനം നൽകി. 1981 പാട്രിയറ്റ് ഉപയോഗത്തിൽ വരുന്നത്. 20 മുതൽ 30 ലക്ഷം ഡോളർ വരെയാണ് ഇതിന്റെ നിർമ്മാണ ചെലവും. നിലവിൽ യുഎസിന്റെ കൈവശം മാത്രം 1106 പാട്രിയറ്റ് ലോഞ്ചറുകളുണ്ട്. മറ്റു രാജ്യങ്ങളായി 172 ലോഞ്ചറുകളും സർവീസിലുണ്ട്. ഇതിൽ പ്രയോഗിക്കാനായി ഏകദേശം 10,000 മിസൈലുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. MIM-104 പാട്രിയറ്റ് എന്നാണ് ഈ ഔദ്യോഗിക പേര്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.